ഫ്രെയിം ഒക്കെ അല്ലേ? ഓക്കെ. ഞാൻ എന്തോ കണ്ടിട്ട് നിൽക്കുവാടോ, നായിക ഒരുങ്ങി വിളിച്ചോണ്ട് പാടോ പോയി. അപ്പൊ അതെ സാർ, നമുക്ക് ഈ കോളേജിന്റെ നായികയുടെ അടിമുടി ഇങ്ങനല്ലേ? ഓക്കെ, നമ്മുടെ കോളേജിന്റെ വന്യത അല്ലൊരു കാര്യം സാർ, നമുക്ക് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ 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 അത് വേണ്ട, ഇങ്ങനെ മതി. പിന്നെ പൂജ ഇനിയിപ്പോ എന്റെ ആവശ്യമില്ല സാർ. ഞങ്ങള് പ്രൊഡ്യൂസേഴ്സ് എല്ലാം കൂടെ ഒരു തീരുമാനം എടുത്തു. നായക സ്ഥാനത്തുനിന്ന് സുമനെ മാറ്റണം. അവൻ തീരെ പോരാ. ഒന്നും മാറിയ ഇവനാണ് കറക്റ്റ് ആകുമ്പോ ഫാമിലി ഓഡിയൻസിന് നന്നായി ഇഷ്ടപ്പെടും. അതെങ്ങനെ? സുമൻ മിടുക്കനാണ്, ഭാവി വാഗ്ദാനമാണ്, സിനിമാക്കാർ മുഴുവൻ നോട്ടയിട്ട് വെച്ചേക്കാണെന്നൊക്കെ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? അതപ്പോ ഇപ്പോ ഞങ്ങക്ക് മനസ്സിലായി ഇവനേക്കാൾ നന്നായി പെർഫോം ചെയ്യുമെന്ന്. ഹരിമന, അത് ശരിയാവില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ക്യാരക്ടറിന് ഇവ മാച്ച് അല്ല. അങ്ങനെ ഒരുത്തരം വെച്ച് ഞാൻ എന്റെ സിനിമ എങ്ങനെ ഒന്ന് വരുമോ? എന്തിനാ ഉണ്ടല്ലേ? ഇത് നേരത്തെ പറയണ്ടേ? അടിയിൽ 2 അടിച്ചാൽ എനിക്ക് മൂട് വരൂ. അടി 2 കൊണ്ട് ഞങ്ങൾ ഒതുക്കില്ല. താനൊക്കെ നേരെ നോക്കി നടത്തിക്കൊള്ളാം. ഞാനിപ്പോ വരാം. ഇനി സാർ പറ, സാറിന്റെ ക്യാരക്ടറിന് ഈവൻ മാച്ച് ആണ്? പിന്നെ ഇവൻ മുടുക്കനല്ലേ? ഞാൻ ഇവനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കും. അപ്പൊ തുടങ്ങാം അല്ലേ? തുടങ്ങാം. അതെ, എന്റെ കൂടെ വന്ന ക്യാമറമാൻ ഇല്ലേ, അവനിട്ടും കൂടെ 2 കൊടുത്തേക്ക്. ഇല്ലെങ്കിൽ എനിക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ല. ഇതങ്ങ് എടുത്ത് വെച്ച് തൊപ്പിയും കൊടുത്തേ. എന്റെ തൊപ്പിയും കൊണ്ടതാ, അല്ലെങ്കിൽ എനിക്ക് സംവിധാനം വരികയില്ല. ഡയറക്ടറെ നമ്മൾ അവനെ മാറ്റി. ഇനി ഇവനാണ് നായകൻ. ഇവനാണ് അവനെ കളിച്ചു മെടുക്കാൻ. എനിക്ക് നല്ല സ്ട്രോങ് റെക്കമെൻഡേഷൻ കിട്ടിയായിരുന്നു. എനിക്കും കിട്ടി. ആദ്യം ശുപാർശ ചെയ്തതാ. മോനെ, നീ അതിന്റെ മേളിൽ കയറി നിന്ന് താഴേക്ക് ചാടണം. അതിന്റെ മോളിൽ അപ്പൊ അതിലേ കൂടെ കടന്നു വരുന്ന നായിക അടുത്ത സീൻ എന്ന് പറഞ്ഞാൽ നീ നായികയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ്. അപ്പൊ ചാടിക്കോ. നീ വെറുതെ ചാടൊന്നും വേണ്ട. നമ്മുടെ ഈ മമ്മൂട്ടി ഇതിന്റെ മേളിൽ കൂടെയാണ് ചാടിയത്. അതിന്റെ മേളിൽ കൂടെയാണ് മോഹൻലാൽ ചാടിയത്. അവരുടെ മേളിൽ കൂടെയാണ് പൃഥ്വിരാജ് ചാടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കും ആവണ്ടേ, മിടുക്കലാവണ്ടേ? എടാ അച്ഛന്റെ ഇവനെ മേളിൽ കയറ്റി നിർത്തണേ. നമ്മള് സിനിമാക്കാരല്ലേ, നമുക്കൊരു സിനിമ പാര പണിഞ്ഞാലോ? അതാ ഞാനിപ്പോ പണിതോണ്ടിരിക്കുന്നത്. നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ഇങ്ങോട്ടെടുത്ത് ചാട്. അടുത്ത സീനില് നായിക നിന്നെ വാരി കൊണ്ടിരുന്നതാ. ലെഫ്റ്റ് ഇങ്ങോട്ട് ചാട്. ഇയാൾ എന്തോന്ന് കാണിച്ചോണ്ടിരിക്കുന്നത്? കുറെ നേരം കൈമാറ്റം. കുറച്ച് ലെഫ്റ്റ് വാ. ചാടാ. എന്തോന്നാണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്? കുറച്ചുകൂടെ ചാടാ. അങ്ങനെ ചിലപ്പോ നാളെ ദൈവം സഹായിച്ച് കോളേജിന് അവധിയായിരിക്കും. മറ്റവരോട് മേക്കപ്പെടാൻ പറഞ്ഞു. നമുക്ക് തുടങ്ങാം. അല്ല, നീ ഇതെവിടെ പോന്നു? ക്ലാസ്സിലേക്ക് പേട്ടാ. നീ ഇന്ന് ക്ലാസ്സിലൊന്നും പോണ്ട. എടേ, ബാൻഡേജും പ്ലാസ്റ്ററും ഒക്കെ റെഡിയല്ലേ? എല്ലാം റെഡി. അല്ല, അരവിന്ദൻ അറിയില്ല പേട്ടാ, രാവിലെ എനിക്ക് അവനെ കാണാനില്ല. പിടിക്കണം. എന്താ പേട്ടത്? നിന്റെ കാലുളുക്കിയത് ഉപകാരം. എന്റെ കാലിന്റെ ഉള്ളിൽ എപ്പോഴേ മാറി? അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. നിന്റെ ഉളുക്ക് വഷളായി. നീരും വേദനയും സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് നീ ഇന്ന് കോളേജിൽ പോകുന്നില്ല. എന്റെ കണക്കൂട്ടലുകൾ ശരിയാണെങ്കിൽ അതോടെ വീണ അസ്വസ്ഥയാകും. നീ എവിടെയെന്ന് ഇവരോട് അന്വേഷിക്കും. ഇവരപ്പ കൈമലർത്തും. പിന്നെ അവള് നേരെ ഇവിടെ വരും നിന്നെ കാണാൻ. വരുവാ പേട്ടാ? വരും. പിന്നെ 2 കാല് പൊക്കി കെട്ടി എയർ നിർത്തിയാലോ? നന്നായിട്ട് വർക്കൗട്ട് ആയിക്കോട്ടെ. ഇവന്റെ പാന്റ് മാറ്റി ട്രൗസർ ആക്കിയാലോ? ഏപ്പടത്തിലെ ഹീറോയാ. ഏതായാലും ഡ്രസ് ചേഞ്ച് നന്നായിരിക്കും. എന്തായി? വീണ എന്നെ അന്വേഷിച്ചോ? നീ കാര്യം പറ. ഈ അപ്പേട്ടന്റെ ഓരോരോ ഐഡിയകൾ. അവള് നിന്നെ അന്വേഷിച്ചില്ലെന്ന് മാത്രമല്ല, അടാറ് ആഘോഷമായിരുന്നു. ക്യാൻറ്റീനിൽ വന്ന ഉടൻ ഫ്രണ്ട്സിന് മുഴുവൻ ചെലവ് ചെയ്തു. ജ്യൂസ് വേണ്ടവർക്ക് ജ്യൂസ്, ഫുഡ് വേണ്ടവർക്ക് ഫുഡ്, ഫുൾ സെലിബ്രേഷൻ. എന്റെ ബലമായ സംശയം, താനോ തന്റെ വീട്ടുകാരോ ചെയ്യേണ്ടത് ഒരു കാശ് ചെലവില്ലാതെ ഒരു സീരിയൽ സംവിധായകൻ ചെയ്തു എന്ന സന്തോഷമായിരിക്കും അവൾക്ക്. അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇങ്ങനെ പ്രശാന്ത് നമ്മളെ നോക്കി കൊതിപ്പിക്കും. നമ്മളെ കൊതിച്ചാണ്ടില്ല അപ്പ കയ്യാ. അനുഭവം ഗുരു. എന്താണ് നീ ചിരിക്കണേ? നിന്റെ റിലേ പോയോ? ഈ റൂമിലേക്ക് വെക്കൂ. വീണെ നമ്മൾ അവിടെ എത്തിച്ചോളാം. അവിടെ നിനക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാലോ. അല്ല, വീണ ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് താമസം മാറിയോ?
നമ്പർ വേണ്ട. പ്രശാന്ത് എവിടെ? ഓ മനുഷ്യന്റെ കാര്യമൊക്കെ ഇത്രേ ഉള്ളൂ. ഇന്നലെ കെട്ടിത്തൂക്കിയിട്ട് ആ കോലൊടിഞ്ഞു വീണ് അവന്റെ കാല് വീണ്ടും പഞ്ചറായി. അയ്യോ. കഷ്ടം. ഇല്ല വീണ, അവൻ റൂം നമ്പർ 126 നമുക്കേ അപ്പാട്ടിനെ കൂടി വിളിക്കാം. പുള്ളി നോക്കുമ്പോ പുള്ളിയും കൂടി കണ്ടോട്ടെ. അയ്യോ വേണ്ട, എഴുന്നേക്കണ്ട. ഇരിക്കാൻ വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്ന് വെച്ചാ ഇതിൽ കൂടുതൽ എന്തോ സംഭവിക്കണമെന്നാണോ? അങ്ങനല്ല, എന്നാലും ഇത്രയും ഹൈറ്റിൽ നിന്ന് ആരെങ്കിലും ചാടുവോ? ഞാനും അത് ഓർത്തതാ. പിന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് പെർഫെക്റ്റ് ആയിരിക്കണ്ടേ? ഈ രജനി സാറും ലാലേട്ടനും അവരൊക്കെ അങ്ങനെയാ. ഓ, അപ്പൊ അവർക്ക് പഠിച്ചതാണല്ലേ? ഞാനിനി സൂക്കേടുകാരനൊന്നും തന്നില്ലാന്ന് വേണ്ട. ആ പിന്നെ ഞാൻ ചോദിക്കാൻ വിട്ടു, നമ്മുടെ ഷൂട്ട് എന്തായി? ഗംഭീരം. ഹീറോ ആയി അഭിനയിക്കണ സുമൻ ഞാനുമായി നല്ല മാച്ചാന്നാ കണ്ട് എല്ലാരും പറഞ്ഞത്. എല്ലാം കയ്യിന്ന് പോയി. സുമനെ എന്നെ വേറൊരു ടെലിഫിലിമിൽ അഭിനയിക്കാൻ ഡയറക്ടർ വിളിച്ചിട്ടുണ്ട്. ക്ലാസ് ഒരുപാട് മിസ്സാവോ എന്തോ. പിന്നെ മൊടന്തി ആണെങ്കിലും നാളെ കോളേജിൽ വന്നോളൂ കേട്ടോ. വെറുതെ ക്ലാസ് മിസ്സാക്കി പരീക്ഷയിലും പൂജ്യനാവണ്ട. എന്തിനാ? എടാ കഴുതേ, ഇതിൽ കൂടുതൽ ഒരു പെൺകുട്ടിക്ക് ഹൃദയം തുറക്കാൻ പറ്റില്ല. പിന്നെ കൂടെ അഭിനയിച്ച ചെക്കനുമായി ഭയങ്കര മാച്ചാന്ന് പറയുന്നല്ലേ ഹൃദയം തുറക്കല്. അതിന് അവൾ അഭിനയിച്ചെങ്കിലല്ലേ. നീ റിട്ടയർഡ് ഹർട്ടായ ഉടനെ വേറെന്തോ കാര്യം പറഞ്ഞ് അവൾ ലൊക്കേഷനിൽ നിന്ന് മുങ്ങി. ഞങ്ങളിതൊക്കെ മറച്ചു വെച്ചത് നിന്റെ റിയാക്ഷൻ ഒന്ന് കാണാൻ വേണ്ടിയല്ലേ. ഇപ്പോൾ അവൾ കള്ളം പറഞ്ഞതും അതിന് തന്നെ. എടാ, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് പ്രണയങ്ങൾ ഒഴിച്ച് എല്ലാ പ്രണയങ്ങളും ഇങ്ങനെ: ആദ്യം അവഗണന, പിന്നെ വഴക്ക്, പിന്നെ ഇണക്കം, ശേഷം ഒരു ദിവസം മിസ് ചെയ്യുന്നത് ഒരു ആനക്കാര്യം, അതിനുശേഷം പൊസസീവ് ആകാനും ആക്കാനുമുള്ള അറ്റംപ്റ്റ്. വീണതാ ഇപ്പൊ കാണിച്ച അതാ. അല്ല, അപ്പേട്ടൻ പണ്ട് എത്ര പേരെ പ്രേമിച്ചിട്ടുണ്ട്? 3, 12, 40, 16,000. നീ പറയുന്ന കേക്ക്. ഇനി നിന്റെ പ്രണയത്തിന്റെ ഫൈനൽ ഫേസ് ആണ്. അധികം താമസിക്കാതെ വീണ വീണ്ടും നിന്റെ അരികിൽ വരും. നനച്ചിരിക്കാതെ പെയ്യുന്ന പെരുമഴയില്ലേ, അതുപോലെ അവൾ അവളുടെ പ്രണയം പറയും. അങ്ങനെ അങ്ങ് മേളിലോട്ട് കയറും. കുറച്ച് ലിറ്ററേച്ചറൊക്കെ കലർത്തി പറഞ്ഞാൽ നീ ആ പ്രണയത്തിൽ നനഞ്ഞു കുതിരുന്ന മരമായി നിൽക്കുന്നത് എനിക്ക് കാണും. പിന്നെ ആ മരം പെയ്യുന്നത് ഈ ക്യാമ്പസ് കാണും, എനിക്ക് ഉറപ്പാ. ഈ സമയത്താണ് എക്സൈറ്റ്മെന്റ് വരാനുള്ള സാധ്യത. അപ്പോൾ എന്നിലെ വാർഡൻ ഉണരും. അപ്പോൾ ഞാൻ പറയും ഏതാണ് ലിമിറ്റ്, ഏതുവരെ പോകാമെന്ന്. അഥവാ നീ ലിമിറ്റ് വിട്ടാൽ ഈ കെട്ടിപ്പൊക്കി കൊണ്ടുവന്നതൊക്കെ ഒരു നിമിഷം കൊണ്ട് പൊളിക്കാനും എനിക്കറിയാം. അപ്പേട്ട മോനെ, ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് ഫ്രണ്ടും വാർഡനും. രണ്ടും ഈക്വലി ഇമ്പോർട്ടന്റാ. വന്നല്ലോ വനമാല. എടി